PV അൻവർ കൂടുതൽ ഒറ്റപ്പെടുകയാണോ? എന്താണ് അൻവറിന് മുന്നിൽ ഇനിയുള്ള വഴി? ഒരു പ്രതികരണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ അൻവറിൽ നിന്നും? എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ട്, സാധ്യതകൾ ഉണ്ട് അൻവറിന് മുന്നിൽ? രേണുക, ഇങ്ങനെ ഒരു ഉടൻ പ്രതികരണം ഇന്നലെ നടത്തിയതാണ് അൻവറിനെ ഇപ്പോൾ ഈ ഗതിയിൽ എത്തിച്ചത്. ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അൻവറിന്റെ ഒരു പ്രതികരണം വന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെയും അല്ലെങ്കിൽ മലയോര വിഭാഗത്തെ ജനതയും ഒക്കെ വഞ്ചിക്കുന്നതായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം എന്നുകൂടി BSUയെ മാറ്റി ആര്യാടൻ ഷൗക്കത്തിനെ ആക്കുക വഴി അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയൂ എന്ന് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയം കൂടി പരാമർശിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ UDFിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അല്ലെങ്കിൽ അൻവർ തള്ളി പറയേണ്ടി വരും. സ്വാഭാവികമായും ഇതെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ അൻവറിനെ UDFിൽ എടുക്കാൻ കഴിയൂ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും മാറി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവർ ഈ പ്രതികരണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, മിനിറ്റുകൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻവറിനെ UDFുമായി സഹകരിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്താണ്. അത് എങ്ങനെ വേണം എന്നതിൽ മാത്രമാണ് അതിൽ ഇനി തീരുമാനമെടുക്കാനുള്ളത്. അത് ഉടനെ ഉണ്ടാവും എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു പ്രതികരണം. വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമായിരുന്നു നടത്തിയത്. പക്ഷേ അൻവറിന്റെ തീരുമാനപ്രകാരം, അൻവറിന്റെ നിർദ്ദേശപ്രകാരം അൻവറിന് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിപരമായ എതിർപ്പ് കാരണം ആര്യാടൻ ഷൗക്കത്ത് പറ്റില്ല, അവിടെ VS2യോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരണം, അല്ലെങ്കിൽ BSU തന്നെ വരണം എന്നുള്ള മട്ടിലേക്ക് അൻവർ ഒരു വ്യവസ്ഥ വെക്കുന്നു. കോൺഗ്രസിനുള്ളിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് മറ്റൊരാൾ പുറത്തുനിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവസ്ഥയെ കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല, അൻവറിനെ പോലെ ഒരാൾ ഇപ്പോൾ തന്നെ ഇത്തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ തലവേദനയാവും എന്നുള്ളത് കൂടി കോൺഗ്രസ്സുകാർ സ്വാഭാവികമായും കണ്ടു കാണും. കോൺഗ്രസിലെ ഇത്തരത്തിൽ സമാനമായ ചില നേതാക്കളെയൊക്കെ സ്വീകരിച്ച മുൻ അനുഭവമൊക്കെ കോൺഗ്രസ് ഉണ്ട്. എന്തായാലും കോൺഗ്രസ് അക്കാര്യത്തിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെ പോയി വരട്ടെ എന്നുള്ള നിലപാട്. പക്ഷേ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത് ഒരു രാഷ്ട്രീയ നേതാവിന് സ്വീകരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണമായിരുന്നു. ഏത് മുന്നണിയുമായിട്ടാണോ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് മുന്നണിയുടെ ഭാഗമാകാനാണോ അൻവർ ആഗ്രഹിക്കുന്നത്, ആ മുന്നണിക്കെതിരെയും ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ പാർട്ടിയിൽ ഗോഡ് ഫാദറില്ലാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയില്ല, ക്രൈസ്തവ വിഭാഗത്തെ തള്ളിക്കളയുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അവരുടെ വികാരത്തെ മാനിക്കാത്ത തീരുമാനമാണ് ആ പാർട്ടി എടുത്തത്. അങ്ങനെയെല്ലാം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയസാധ്യത ഇല്ലാത്ത ഒരാളാണ്. എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിനോട് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ആശയം നേരത്തെ തന്നെ പറഞ്ഞത് എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇടതു സ്വതന്ത്രനാവാൻ വേണ്ടി CPMകാരുടെ പുറകെ പോയതാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച ഒരാളുടെ എന്ത് തീരുമാനമെടുക്കുന്നത് ഇന്നലെ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. അപ്പോഴും അതിനുശേഷം അൻവർ 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ നൽകി, 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ മത്സരിക്കുമെന്നുള്ള ഒരു സന്ദേശമൊക്കെ ആദ്യം അൻവറിന്റെ ശിൽബന്ധികൾ വഴിയൊക്കെ അങ്ങനെ ഒരു സന്ദേശം പുറത്തുവിടുന്നു. പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അൻവർ അതിൽ തള്ളിക്കളയാതെയും അല്ലെങ്കിൽ സ്വീകരിക്കാതെയും ഒരു ഉത്തരമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തി ഇതുവരെ കളിച്ച കളിയാണ് നോക്കിയത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പറയുന്നത് വേണമെങ്കിൽ അൻവറിന് UDFുമായി സഹകരിക്കാം, അങ്ങനെ സഹകരിച്ചാണെങ്കിൽ ഒന്നിച്ചു പോകാം, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് അൻവറിന് തീരുമാനിക്കാം. അൻവർ ഇനി സ്വതന്ത്രനായി മത്സരിച്ചാലും എന്താണ് ഉണ്ടാകുന്നതിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ആലോചിക്കുകയും അല്ലെങ്കിൽ UDF അത്തരങ്ങളിൽ ആലോചിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ അൻവർ ലീഗിനെ ഇടപെടുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ലീഗിന് അൻവറിനോട് സോഫ്റ്റ് കൗണ്ടുണ്ട്, ആ സോഫ്റ്റ് കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലീഗിനെ ഇടപെടുത്തി അങ്ങനെ ഒരു മധ്യസ്ഥ നടത്തി UDFിൽ എത്താം എന്നുള്ള ശ്രമമൊക്കെ അൻവർ നടത്തിയിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അത് വളരെ സമർത്ഥമായി തന്നെ അത് തള്ളിക്കളയുകയാണ്. മധ്യസ്ഥ ശ്രമത്തിന് ലീഗ് ഇല്ല എന്നത് കൂടി പറയുന്നു. അങ്ങനെ ലീഗ് ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അൻവറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 1 സീറ്റ് വേണം, 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. 1 സീറ്റ് കൊടുക്കുന്നു എന്നുള്ള നിലപാടിലെത്തിയാൽ തന്നെ ലീഗിൽ ചേർന്ന് ലീഗ് കൊടുത്തോളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ ബാധ്യത കൂടി ലീഗിന് വരും. ലീഗും അത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് തള്ളിക്കളയാൻ അൻവറിനെ പോലെ ആളെ ലീഗിൽ പാർട്ടിയിലോ അല്ലെങ്കിൽ ലീഗുമായി സഹകരിക്കുന്നതിനൊക്കെ ഭാവിയിൽ ഉണ്ടാകാവുന്ന തലവേദനയൊക്കെ അവരും സ്വാഭാവികമായും ആലോചിച്ച് കാണണം. എന്തായാലും അൻവർ അവിടെ മത്സരിച്ചാലും ഇല്ലെങ്കിലും UDF പ്രത്യേകിച്ച് അതിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അൻവറിന് വേണമെങ്കിൽ UDFിനൊപ്പം ഏത് സാഹചര്യവും നേരിടാൻ UDF ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ്. കിരൺ, ഇവിടെ മധ്യസ്ഥ ചർച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അൻവറിനുള്ള പ്രതീക്ഷ ഇന്ന് അൻവർ രാവിലെയൊക്കെ നടത്തിയ കൂടിക്കാഴ്ചകൾ, ലീഗ് നേതൃത്വം എടുക്കുന്ന നിലപാട്, ഇതിലൊക്കെ അൻവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഉള്ള ഒന്നായിരുന്നു മുൻ KPCC അധ്യക്ഷന്റെ പ്രതിനിധികൾ കണ്ട കാര്യം. പക്ഷേ അതിനെ വളരെ നിസാരവൽക്കരിച്ചാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത്, അത് അറിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇത് ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണോ? ഈ നിസാരവൽക്കരണം, ഈ ദൂതന്മാരെ അയച്ചതിനെ നിസാരവൽക്കരിക്കുന്നതിലൂടെ VD സതീശൻ നൽകുന്ന സന്ദേശം എന്താണ്? രേണുക, അത് വളരെ കൃത്യമാണ്. ഇപ്പോൾ KPCCയുടെ അധ്യക്ഷനല്ല കെ സുധാകരൻ. കെ സുധാകരനുമായി വളരെ അടുപ്പമുള്ള 2 നേതാക്കളാണ് ഇങ്ങനെ ഒരു ഇതുമായി പോയത്.
അങ്ങനെ ഒരു വിഷയത്തിൽ തീരുമാനം പാർട്ടിയോട് ആലോചിക്കാതെ അല്ലെങ്കിൽ UDF നേതൃത്വമായി ആലോചിക്കാതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് അത്തരമൊരു സന്ദർശനത്തിലേക്ക് പോയത് സ്വാഭാവികമായും കോൺഗ്രസിനെ കുറേ സമയത്തെങ്കിലും പ്രതിരോധത്തിലാക്കിയിരുന്നു. കോൺഗ്രസ് അൻവറിന്റെ കാല് പിടിക്കുന്നു അല്ലെങ്കിൽ അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ദൂതന്മാരെ അയക്കുന്നു എന്ന മട്ടിലൊക്കെ ചില പ്രചരണങ്ങളും ഒക്കെ വന്നിരുന്നു. അതിൽ അനുകൂലമായിട്ടായിരുന്നു തീരുമാനം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ അതിനെ നേട്ടം ചിലപ്പോൾ കോൺഗ്രസ് അംഗീകരിച്ചേനെ. പക്ഷേ അതിൽ അനുകൂലമായ തീരുമാനം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ രണ്ടുപേർ പോയി കണ്ടതെങ്കിലും അതിൽ അനുകൂലമായ തീരുമാനമായിരുന്നെങ്കിൽ സ്വാഭാവികമായും അതിന് ഇത്തരത്തിൽ അതിനെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിലും ചിലപ്പോൾ അൻവർ മറിച്ചൊരു നിലപാടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ തന്നെ UDF എടുക്കണം. അൻവർ തന്നെ പരസ്യമായി പറഞ്ഞത് UDF അസോസിയേറ്റ് മെമ്പർ എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇനി UDF എടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നൊരു തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് ഒരു കാരണവശാലും കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയിൽ ഭാഗമാക്കുക എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ കഴിയുന്ന ഒരു കാര്യമല്ല, പ്രായോഗികമായി തന്നെ കഴിയില്ല എന്നത് PV അൻവറിന് തന്നെ അറിയാവുന്ന വിഷയമാണ്. കോൺഗ്രസും PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് അൻവറിനെ കോൺഗ്രസുമായി UDFുമായി സഹകരിപ്പിക്കുന്നതിന് അവർക്ക് സ്വാഭാവികമായും പരിമിതികളുണ്ട്. ഒരു മുന്നണിയിൽ എടുക്കാതെ നിർത്തിയുള്ള ഒരു സഹകരണം, അത്തരം ചില സഹകരണങ്ങളൊക്കെ ഇടതു മുന്നണിയും കോൺഗ്രസും UDFും പലതവണയും നടത്തിയിട്ടുണ്ട്. അത്തരം ചില സഹകരണത്തിന്റെ ഭാഗമായി നേരത്തെ ആ ഒരു INL ഒക്കെ എങ്ങനെയാണോ LDF നിർത്തിയിരുന്നത് ആ മട്ടിലൊക്കെ ഒരു സഹകരണത്തിന്റെ ഭാഗം ചിലപ്പോഴൊക്കെ നടന്നേനെ. അൻവറിനെ സംബന്ധിച്ച് UDFിനേക്കാൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ശത്രുപക്ഷത്ത് നിൽക്കുന്നത് LDF ആണ്, CPM ആണ്. CPM-നെ തോൽപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അൻവറിന് ആകെ പിന്തുണയുള്ളത്. CPM വിരുദ്ധരായ ആളുകളുടെ അൻവറിനൊപ്പം നിൽക്കുന്ന CPM വിരുദ്ധരായ ആളുകളുടെ പിന്തുണയാണുള്ളത്. അവർ സ്വാഭാവികമായും CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെടുത്താൻ ശ്രമിക്കുമോ അതോ ഇനി അൻവർ മത്സരിച്ചാലും അവരുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ UDF സ്വാഭാവികമായും കണക്കുകൂട്ടുന്നുണ്ട്. അൻവറിന് CPM-നൊപ്പം പോകാൻ കഴിയില്ല, UDF-നൊപ്പം നിൽക്കുക അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല എന്നുള്ളത് UDF-നും കോൺഗ്രസിനും നന്നായിട്ട് തന്നെ അറിയാം. ആ തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് അവർ അൻവർ ഏത് കളിയാണോ ഇങ്ങോട്ട് സമ്മർദ്ദ തന്ത്രം കളിച്ചത് അതേ പോസ്റ്റിൽ തന്നെ തിരിച്ചു UDF ഗോൾ അടിച്ചിരിക്കുകയാണ്. അനുഭവങ്ങളും UDF-നെ ഒരു പക്ഷേ ഈ നിലപാടെടുക്കുന്നതിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. മുൻകാലത്തെ അനുഭവങ്ങൾ ഒപ്പം തന്നെ LDF-നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തുടരെ അൻവർ നടത്തുന്ന പ്രസ്താവനകളൊക്കെയും ഇത്തരം ഒരു നിലപാടിലേക്ക് UDF-നെ എത്തിച്ചു എന്ന് വേണം കരുതാൻ. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് പിണറായിക്കെതിരായ യുദ്ധം അൻവർ തുടങ്ങിവെച്ചത്. അതിപ്പോ പിന്നീട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ DMK-ക്ക് മുന്നിലും തൃണമൂലിന് മുന്നിലും ഒക്കെ എത്തി. അത് 5 മാസമായി ആരും ആലോചിക്കാതെ തീരുമാനമാകാതെ നിന്ന കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു അവസരമാക്കി അൻവർ വീണ്ടും നിലപാട് കടുപ്പിക്കുകയായിരുന്നു. UDF ഇപ്പോൾ ആ കഥ അടച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അൻവറിന് തീരുമാനിക്കാം എന്ന് വരുമ്പോൾ അൻവറിന് മുന്നിലുള്ള വഴി എന്താണ്? അൻവറിന്റെ ശക്തി എന്നത് ഇനി എത്ര മാത്രം ബാക്കിയുണ്ട്? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ എങ്ങനെയൊക്കെ ഇത് നേരിടാൻ കരുത്തുണ്ട്? രേണുക, അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവറിന് ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് എത്ര വോട്ടുകൾ നേടാൻ കഴിയും? അതിൽ പ്രധാനമായിട്ടും അൻവറിൻ്റെ ശക്തിയായിട്ടുള്ളത് ഈ മേഖലയിലെ ചില ബെൽറ്റുകളുണ്ട്, പ്രത്യേകിച്ച് ചില സാമുദായിക സംഘടനകളുടെ വോട്ടുകളുണ്ട്. അതിനോടൊപ്പം തന്നെ UDF-ലെ അതൃപ്തരുടെയും LDF-ലെ അതൃപ്തരുടെയും വോട്ടുകൾ അൻവറിന് ലഭിക്കുമെന്നാണ് അൻവറിൻ്റെ കണക്കൂട്ടൽ. നമ്മൾ കഴിഞ്ഞ 2 തവണത്തെ അൻവറിൻ്റെ ആ വിജയത്തിൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യക്തമാകും. അൻവറിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോഴും കൃത്യമായി UDF-ലെ വോട്ടുകൾ വന്നിട്ടുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ഇഷ്ടമില്ലാത്തവർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളിലും ഇഷ്ടമില്ലാത്ത അവരൊക്കെ തന്നെ അൻവറിൻ്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. ഇനിയിപ്പോൾ